സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ബുധനാഴ്ച. സുമാരാ ഇത് കണ്ടില്ലേ? ഈ ശുഭന് സുനിത വില്യംസും പിന്നെ ഒരു ബുച്ചും എന്നിട്ടാണ് പേര്. ഇവര് രണ്ടാളും പാടെ ശൂന്യാകാശത്ത് നിന്നും പോലെ എത്ര കാലോ അല്ല ഒരു പേരെടുക്കണ കാലം നടന്നാ പോരെ, അത്രയും കാലം ഓളാടെ നിന്നില്ലേ? അല്ല സുമാര, ഈ ശൂന്യാകാശത്തൊക്കെ എങ്ങനെയാ പോവുക? പങ്കജത്തിന് ഒരു പണി കൊടുക്കണം. അറിയാം ഓളെ കുലൂസ് കുറച്ച് സൂര്യാകാശത്ത് പോയിട്ട് പങ്കജത്തിനെടുക്കാൻ പോകുന്നു. വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്. ഈ സ്റ്റീം കൊണ്ട് കൊടുത്തൊന്നും സൂര്യാകാശത്ത് പോകാൻ പറ്റൂല. അതിന് പ്രത്യേക ചില ബസ്സുകളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? നമുക്ക് വാങ്ങാലോ. ആദ്യം ശാരീരിക ക്ഷമത പരിശോധിക്കണം. പൈസ കൊടുക്കാം. ഇനിയിപ്പോ പോവുകയാണെങ്കിൽ എങ്ങനെയാ പോവുക? അത് ശിവകാശിന്ന് കിട്ടില്ലേ? ശിവകാശിന്ന് ഈ കുട്ടികളൊക്കെ പിന്നെ പടകം കത്തിക്കുന്ന വാണം വിടല്ലോ മുകളിലേക്ക്. അതിന്റെ വലിയ വാണം ഉണ്ടാക്കുക. ഇത് വേണം വെച്ചാൽ 10-50 കിലോ തൂങ്ങി പോകാൻ പറ്റിയ വാണായി. നമ്മളവിടെ ഇരുന്ന മനോജ് ഇല്ലേ, ഓനോട് പറഞ്ഞാൽ ഓൻ നല്ല വാണം ഉണ്ടായി തരും. പൈസ ഓന് കൊടുക്കാം, അതാണല്ലേ ഓന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം. എനിക്ക് തരുന്നതിനോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അഥവാ ഒക്കെ തിടുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ എടുത്ത് തിരിഞ്ഞു പോയാലോ? അപ്പം നമുക്ക് മനോജിന് ഞാൻ നേരിട്ടിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ഇത് മനോജിനോട് പറയേണ്ടി ഒരു വാണം സെറ്റ് ചെയ്യാൻ. പൈസ ഇന്ന് തന്നെ ശിവകാശിക്ക് പോയി ഒരാൾ ഓർഡർ ചെയ്യും, ഒറ്റ ആഴ്ച കൊണ്ട് വാണം തരും. അപ്പൊ വലിയ ലോറിയിലാ കൊണ്ടുവരിക. ആയിക്കോട്ടെ, സഞ്ചി തൂക്കിക്കൊണ്ടാകാൻ കഴിയില്ല. ആയിക്കോട്ടെ. അപ്പോഴേക്കും നമ്മളെന്തൊക്കെയാ ചെയ്യണ്ടേ? നിങ്ങൾ ഇവിടുന്ന് അവിടെ പോയാലുള്ള പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ മറഞ്ഞിട്ട് അല്ല, ആകാശത്ത് ഇങ്ങനെ ഉരുണ്ട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകില്ല. ആകാശത്ത് ഇങ്ങനെ പരുന്ന് പോകുന്നതിന് ഇങ്ങനെ പോകേണ്ടി വരും. പിന്നെ കാറ്റത്തട്ട ഉന്നം പോലെ നല്ല സുഖം എന്താ ഈ വാണത്തുമെന്ന് പിടുത്തം പെടരുത്. അതില്ല, വിടൂല. അത് ഇവിടുന്ന് പരിശീലിക്കണ്ടേ? യോഗേന്ദ്രാചാര്യന്റെ ആ യോഗയല്ല ഈ യോഗ. പക്ഷെ അത് മതി. അത് തല തിരിഞ്ഞിട്ട് അങ്ങനെ വരുമല്ലോ. ഓ, ഇന്ന് തന്നെ ആവരുത്. പിന്നെ കാര്യങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, അയാളോട് ഈ ശൂന്യാകാശത്ത് പോകാൻ നമ്മളൊന്നും പറയരുത്. അത് നിങ്ങൾ പറഞ്ഞാൽ അത് എനിക്ക് കുറച്ച് ഒരു സ്പെഷ്യൽ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. ശൂന്യാകാശത്ത് പറയണ്ട. ഇവിടെ നമ്മുടെ ഈ പങ്കജം അതിന് പാരക്കും. പങ്കജ് അറിയണ്ട, പങ്കജ് അറിയുക ചെയ്യരുത്. അവിടെ പോയിട്ട് വേണമെങ്കിൽ പങ്കജത്തിനെ നോക്കിയിട്ട് കാണുമെന്ന് നോക്കുക. വേണമെങ്കിൽ ഊക്കിച്ചോണ്ടി പങ്കജത്തിന്. പങ്കജേ പോയി നല്ല ഇവിടെ കേൾക്കാൻ മുള നോക്കോളൂ. അത് ഇന്നൊന്നും ആക്കിയതല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ അങ്ങാടി പോകുമ്പോ മനോജിനെ കണ്ട് പറയാ, പോയിട്ടോട് പറയും. ഞാനിപ്പെങ്കിൽ ഇന്ന് തന്നെ വരാൻ പറയാം. ഇന്ന് വരാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കാമല്ലോ നമുക്ക്. ഞാനിപ്പോ തന്നെ പോകും, തിരക്കുണ്ടോ? കേട്ടോ, രാശിയാക്കി വെക്കണം കേട്ടോ. ഓ, വണ്ടി വിളിക്ക്, പോയിട്ട് വണ്ടി വിളിക്ക്. കൈക്കൊക്കെ പറ്റിയോ? എന്താക്കിയതായിരുന്നു? എഴുതേക്ക്. സൂര്യാകാശത്ത് പോകുന്ന എഴുതാതിരിക്കാമല്ലോ. അയ്യോ സുമാര, ഞാനോട് പറയണ്ടേ സുമാര? ഞാനോട് പറയുന്നിട്ട് സുമാര. സൂര്യാകാശം
വേണ്ടാത്ത പണിയെടുത്തിട്ട് ചിരിപ്പിക്കല്ല സുമാര, കയ്യും കാലൊക്കെ വേദനയാണ് സുമാര. വയ്യാത്ത പയ്യ് കയ്യാലെ നിൽക്കരുത് കേട്ടാ. ആടിയൊന്നല്ല സുമാര, ഏടിയോ ആണ് പറ്റിയത്. ഊരന്റെ പോകുന്ന ഒരു കിളിയൊക്കെ പറന്നു വീണ് സുമാര. സുമാര ചെക്കനോടൊന്നും വരാൻ പാടില്ല, ശിവദാസനോടൊന്നും വരാൻ പാടില്ല. അല്ല സുമാരട്ടാ, ശിവദാസനെ കാണുന്നില്ലല്ലോ, എന്താ ചെയ്യാ? എന്താ സുമാരട്ടാ പറ്റിയ? ഒന്നുമില്ലാന്ന്. എന്നും നോക്ക്. മോനെ ശിവദാസ, അമ്മക്കൊന്നുമില്ലടാ. നമ്മക്കൊന്നും പറ്റിയില്ലടാ, നമുക്ക് ഇതേ പറ്റിയിട്ടുള്ളൂ. ഒന്നുമില്ലടാ, അയ്യോ.